ോ ഇന്നമാ മസലുക്കും നിങ്ങളുടെ ഉദാഹരണവും മസലുൽ യഹൂദി വന്നസാറ യഹൂദി നസാറാക്കളുടെ ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചതമ്പുരാന് സാട്ടാന് ചെയ്യാനും വിമാനത്തെടുക്കാനും ഈ ലോകത്തേക്ക് മനുഷ്യനെ അല്ലാഹു നിയോഗിക്കുമ്പോ ജൂതന്മാര് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, ഉച്ചവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ മൂസാ നബി വരെയുള്ള പ്രവാചകന്മാരെ അംഗീകരിച്ചവരാണ്, മൂസാ നബി അംഗീകരിച്ചവരാണ്. പക്ഷെ ഈസാ നബി അംഗീകരിക്കുന്നവരല്ല. ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അവര് പറയുന്നത് അത് വ്യഭിചാര പുത്രനാണ്, വ്യഭിചാര പുത്രനാണ്. കാടിന്റെ ഉള്ളറകളിലെ വനാന്തരത്തിൽ ചെന്ന് ഗർഭം ധരിച്ച് അവിടെ നിന്ന് പ്രസവിച്ച ഒരു പുത്രനാണ് ഈസാ എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് അവരാണെന്ന് പറഞ്ഞ് ജൂതന്മാര് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോ പകുതി ശേഷമുള്ള അസർ വരെയുള്ള സമയമാരാ ജോലി ചെയ്തെന്നറിയോ? അവര് നസാറാക്കളാണ്, ഈസാ നബിയുടെ ആളുകളാണ്. അവരും ഈസാ നബി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, മുഹമ്മദ് മുസ്തഫാനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ലോക അവസാനം വരെയുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും അവസാന കടന്നു വന്ന പ്രവാചകനല്ലേ ലോകത്തിന്റെ നായകന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചവരാണ്. സഹാബാക്കളോട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ശേഷം വരുന്ന എന്റെ നൂറാകുന്ന പ്രകാശത്തിൽ നിന്ന് കൊളുത്തിയെടുത്തവരായ സഹാബത്തെ, എന്റെ പ്രകാശത്തിൽ നിന്ന് കൊളുത്തിക്കൊണ്ടുപോയ എന്റെ അനുചരന്മാരുണ്ടല്ലോ, എന്റെ അനുയായികളുണ്ടല്ലോ, അവരുടെയും നിങ്ങളുടെയും ഉദാഹരണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നായകനെ സഹാബത്തിനോട് ഈ സമുദായത്തിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സംശയിക്കേണ്ട പ്രിയപ്പെട്ടവര്, 2 മണിക്കൂർ സമയം ജോലി ചെയ്തിട്ട് ഉദയം മുതൽ അസ്തമയം വരെയുള്ള ശമ്പളം കൈപ്പറ്റിയവരാണ് മുസ്ലിം സമുദായം. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. പാതിരാത്രിയിൽ ഒരു ദിവസത്തിന്റെ ഒരു സെക്കൻഡ് നാം ചെന്ന് ഇബാദത്ത് എടുക്കുമ്പോ അല്ലാഹ് പറഞ്ഞതാണ് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിൽ വന്നിരുന്ന ഇബാദത്ത് എടുത്ത് മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ സമുദായത്തെക്കാൾ പ്രതിഫലകരമാക്കിയിട്ട് ഉന്നതമായ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്നവരാ ഉത്തമ സമുദായക്കാര്. പ്രിയപ്പെട്ടവരെ, കുയിലേരിയിലുള്ള എനിക്കോ നിങ്ങൾക്കോ മഹാനായ പ്രവാചകന്റെ സമുദായത്തിന് പവർ അറിയില്ല. പെണ്ണേ, നിനക്കുള്ള പവർ നിനക്കറിയില്ല. അതുകൊണ്ടാണ് കെട്ടിവനെ ഉറക്കിക്കിടത്തിയിട്ട് അന്യ ചെറുപ്പക്കാരന്റെ അന്യപുരുഷന്റെ കൈപിടിച്ചിട്ട് ഇറങ്ങി ഓടുന്ന പെണ്ണുങ്ങളോട് പറയാനുള്ളത്, അന്യ സമുദായത്തിന്റെ ചെറുപ്പക്കാരോട് താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട്, മൗലിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, താൽക്കാലിക നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട് അല്ലാഹു നമുക്ക് തന്ന തൗഹീദ് എന്ന് പറയുന്ന ഹിദായത്ത് എന്ന് പറയുന്ന ഉന്നതമായ പദവി ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ പെണ്ണുങ്ങളുണ്ടല്ലോ. പത്രമാധ്യമങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ 17കാരനോട് ഒളിച്ചോടിപ്പോയ 48കാരി മുസ്ലിമാണ്, 17കാരനോ അമുസ്ലിമാണ്. നാണം കെട്ടുപോകുന്ന ഏർപ്പാടിലേക്ക് എന്റെ സമുദായത്തിന്റെ പെങ്ങന്മാരെ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇന്നത്തെ എന്റെ വിഷയം ഞാൻ നിങ്ങളോട് പറയുന്നത് സ്നേഹത്തോടെ ദ്വാരമില്ലാതെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ സമുദായത്തിന്റെ പവർ നിങ്ങൾക്കറിയുമോ? നിങ്ങളെ നിങ്ങളെ പവർ അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളെ പവർ അറിയില്ല. ലോത്ത് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യക്കല്ല കൊടുക്കാത്ത, ലോഹ് നബിയുടെ ഭാര്യക്കല്ല കൊടുക്കാത്ത, മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കല്ല കൊടുക്കാത്ത, അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ പാതിരാത്രി ക്ഷീണിതനായി മടങ്ങി വരുമ്പോ അവരുടെ രാത്രികളെ ധന്യമാക്കി മാറ്റിയവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, ആരുടെ മാരണത്തിന്റെ സുഗന്ധമാണോ അവരെ ഏറ്റുവാങ്ങുന്നത്? അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഭാര്യമാർക്കല്ല കൊടുക്കാത്ത, എത്രയോ പ്രവാചകന്മാരുടെ പൊന്നുമക്കൾക്കല്ല കൊടുക്കാത്ത, എത്രയോ പ്രവാചകന്മാരുടെ പിതാക്കന്മാർക്കല്ല കൊടുക്കാത്ത, എന്തിനേറെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മൂത്താപ്പ അബൂ ത്വാലിബിനല്ല കൊടുക്കാത്ത മഹത്വമായ ഹിദായത്തല്ലേ എന്റെ നാദാപുരത്തെ കുയിലേരിയിലെ വാനിമേലുള്ള ഭൂമിവാതിലുകളുള്ള കല്ലാച്ചിയിലുള്ള കുറ്റിയാടിയിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള പെങ്ങന്മാര് നമുക്ക് അല്ലാഹു നൽകിയതിന്റെ പവർ നമുക്കറിയില്ല. എന്നാലും മനസ്സിലാക്കിക്കോ, ആദരവായ പ്രവാചകൻ ഒരു ദിവസം സഹാബത്തിനോട് ചോദിക്കുകയാണ്, അയ്യുൽ ഖൽഖി അഅ്ജബു ഇലൈക്കും ഈമാനാ. പരന്നു കിടക്കുന്ന പാരാവാരം പോലെയുള്ള സഹാബത്തുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ചെഞ്ചുണ്ടുകളിലേക്ക് നോക്കിയിരുന്നു. ആ ചുണ്ടുകളും അടർന്നു വീടും അറിവുകളെ പറക്കിയെടുക്കുന്ന ആവേശത്തോടെ, അത്യാഗ്രഹത്തോടെ, അഭിലാഷത്തോടെ, സന്തോഷത്തോടെ, സന്തുഷ്ടിയോടെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സഹാബത്തുണ്ടല്ലോ, ആ സഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, സഹാബത്തെ അത്ഭുത
അത്ഭുതകരമായ ഈമാൻ ആരുടേതെന്നറിയുമോ? ആരുടെ ഈമാന അത്ഭുതകരമായ ഈമാനെന്നറിയുമോ? കൊയിലേരിയിലുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ സമാപന ദുആ കഴിയുമ്പോ ഒരു മാറ്റം നമുക്കുണ്ടാകണേ. മാറ്റത്തിന്റെ മാറ്റലിയാകട്ടെ, പരിവർത്തനത്തിന്റെ പടകുത്തുനിയാകട്ടെ, ഈ സദസ്സ് കൊണ്ട് നമുക്ക് മാറാൻ കഴിയണം. ഇന്ന് മുതൽ തീരുമാനിക്കും പെങ്ങളെ, പാശ്ചാത്യന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നടന്നു പോകൂല. എന്റെ റസൂലുള്ള പഠിപ്പിച്ച ജീവിതമാണ് എനിക്ക് വലുതെന്ന് പറയുമോ? എന്റെ റസൂലുള്ള പഠിപ്പിച്ച ജീവിതമാണ് എനിക്ക് വലുതെന്ന് പറയുമോ? എന്നിട്ട് നല്ലതുപോലൊരു ജീവിതം നമ്മൾ മുന്നിലോട്ടൊന്ന് നടത്തുമോ? ദാടി വെക്കുമോ? തൊപ്പി വെക്കുമോ? കണ്ണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കുമോ? അകത്ത് മറയ്ക്കുമോ? ശീരിനോട് വിട പറയുമോ? ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുമോ? പലിശയിൽ നിന്ന് വിട പറയുമോ? മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുമോ? വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുമോ? പരദൂഷണത്തിൽ നിന്ന്, ഏഷണിയിൽ നിന്ന്, സർവ്വതെമ്മാടിത്തരങ്ങളിൽ നിന്ന് മാറിയിട്ട് ഉമ്മത്ത് മുഹമ്മദിന്റെ പവർ മനസ്സിലാക്കിയിട്ട്, ഈ സമുദായത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. പടച്ച തമ്പുരാൻ നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. മാറാൻ നമുക്ക് കഴിയണം എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് മാറാനുള്ള ഭാഗ്യം നൽകട്ടെ. സഹോദരങ്ങളെ, വാളുകളെ കേട്ടുകൊണ്ടുപോയി. വാളുകൾക്ക് കുറവില്ല. എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വാളുകൾക്ക് കുറവുള്ളത്? വാള് പറയുന്നവർക്കും കുറവില്ല. ഇപ്പൊ നെറ്റൊന്ന് അടിച്ചു നോക്കിയാൽ എത്രായിരം പണ്ഡിതന്മാരാണ് പ്രസംഗിക്കാൻ നടക്കുന്നത്. കുറവില്ല. സംഘാടകർക്ക് കുറവുണ്ടോ? സംഘാടകർക്ക് കുറവില്ല. ഏപ്രിൽ മാസം വരെ എനിക്കൊരു ദിവസത്തെ ഡേറ്റ് പോലും ഇല്ല.